വീണ്ടെടുക്കണം നമുക്കു ഗാന്ധി തന്റെ ഇന്ത്യയെ, മതേതരത്വ ഭാരതം മരിച്ചിടാതെ കാക്കണം. കാരണം മതം പറഞ്ഞു വോട്ട് പിടിക്കുന്നവരെ, മതം ഉള്ളിൽ വെച്ചുകൊണ്ട് വോട്ട് പിടിക്കുന്നവരെ, മതം പ്രത്യക്ഷമായും പരോക്ഷമായും ഞങ്ങളുടെ പ്രധാന സാധനമാണെന്ന് പറയുന്നവർ, ഞങ്ങൾ അവർ എന്ന് ഇന്ത്യക്കാരെ ഡിവൈഡ് ചെയ്യുന്നവർ ആരുണ്ടോ അവർക്ക് അറിഞ്ഞോ അറിയാതെയോ അവരുടെ പ്രതിനിധികൾക്ക് വോട്ട് കൊടുക്കരുതെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നമസ്കാരം. വോട്ടുപാത തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് എത്തുമ്പോൾ മുരുകൻ കാട്ടാക്കടയെ കാണാതെ എങ്ങനെ തിരിച്ചു പോകും എന്ന് ആലോചിച്ചതാണ്. കണ്ടുകിട്ടി മാത്രമല്ല നമ്മൾ ഇലക്ഷൻ വിശേഷങ്ങൾക്കൊപ്പം തന്നെ ഞാൻ രണ്ടുപേരും കവിത ഉറപ്പായും എനിക്ക് കേൾക്കണം. അപ്പോ കവിയും ഗാനരചയിതാവും പാട്ടുകാരനും ഒക്കെയായ മുരുകൻ കാട്ടാക്കട വോട്ടുപാതക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം. ഗംഭീരമല്ലേ? ഗംഭീരം എന്ന് പറഞ്ഞാലേ ഈ ത്രിതല പഞ്ചായത്ത് തലത്തിൽ നടക്കുന്ന ഒരു ജനാധിപത്യ പ്രക്രിയക്ക് കേരളത്തിലല്ലാതെ ഇങ്ങനെ ഒരു ആഘോഷം, ഒരു സ്വീകരണം കിട്ടില്ല. ഒരു ഗൗരവതരമായ ഒരു ജനാധിപത്യ പ്രക്രിയയായിട്ട് നടക്കുന്നത് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതാണ് നമ്മുടെ ഒരു പ്രബുദ്ധത എന്ന് പറയുന്നത്. അതുകൊണ്ട് എത്ര കണ്ട് പ്രാധാന്യവും പ്രസക്തിയും ഉണ്ടെന്നാണ് കരുതുന്നത്. വളരെ വലിയ പ്രാധാന്യമുണ്ട്. കാരണം എന്നറിയാം, നമ്മളിപ്പോൾ ഇതൊരു പഞ്ചായത്ത് തലത്തിൽ നടക്കുന്ന, കോർപ്പറേഷൻ തലത്തിൽ നടക്കുന്ന, മുനിസിപ്പാലിറ്റി തലത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ലേ. അതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ വോട്ടിട്ടാൽ പോലെ അല്ല. കാരണം ഇപ്പോഴത്തെ ഇന്ത്യയുടെ പൊതു സാഹചര്യത്തെ സത്യമായും അടയാളപ്പെടുത്താൻ വളരെ സാധ്യതയുള്ള ഒരു ജനാധിപത്യ പ്രക്രിയയായിട്ട് വേണം നമ്മുടെ മലയാളി ഇതിനെ കാണാൻ. അല്ലാതെ ലോക്കൽ പ്രാദേശിക കാര്യങ്ങൾ വെച്ചുകൊണ്ടല്ല. നമുക്കറിയാം, ഇന്ന് ഇന്ത്യ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ദുരന്തമാണ് ഫാസിസം എന്ന് പറയുന്നത്, വർഗീയത എന്ന് പറയുന്നത്. അത് മതരാഷ്ട്രവാദം ന്യൂനപക്ഷ വർഗീയതയായിട്ടും ഹിന്ദു രാഷ്ട്രവാദം ഭൂരിപക്ഷ വർഗീയതയായിട്ടും ഇന്ത്യയുടെ ജനാധിപത്യ ശരീരത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു വഴുക്കുന്ന വർത്തമാനകാലത്തിലാണ് നമ്മുടെ ഇവിടെ ഈ വലിയ ജനാധിപത്യ പ്രക്രിയ നമ്മൾ ആ രീതിയിൽ തന്നെ കാണുന്നത്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെ കാണുന്നില്ല എന്നുള്ള കാര്യം വസ്തുത നമുക്കറിയാം. അവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോ നിയമസഭാ തെരഞ്ഞെടുപ്പിനോ മാത്രമേ ഈ അംഗീകാരം ജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടാറുള്ളൂ. പക്ഷെ സ്വാഭാവികമായും നമ്മൾ അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് തികച്ചും ലോക്കലായിട്ട് റോഡുകളെ കുറിച്ചോ അതൊക്കെ സ്വാഭാവികമായും ഉണ്ടാവുക തന്നെ ചെയ്യും. കാരണം അതിന് ഒരു നല്ല ജനപ്രതിനിധി വന്നു കഴിഞ്ഞാൽ ഒരുവിധം ഉള്ള ഇതൊരു സിസ്റ്റമാണല്ലോ, അതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ മാറുന്നുണ്ടല്ലോ, അതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ അതിനേക്കാൾ ഉപരി ആരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്, എന്തായിരിക്കണം ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും നാളത്തെ ഭാവി എന്ന ചിന്തയിൽ ഇലക്ഷനെ നേരിടുകയും വോട്ട് ചെയ്യുകയും വേണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. അല്ല, ഇവിടെ കേരളം ആർക്കൊപ്പം ആയിരിക്കും എന്ന് ചോദിക്കുമ്പോൾ ഇടതുമുന്നണി പറയുന്നു ഉറപ്പായും ഭരണമൊക്കെ വിലയിരുത്തി വികസനമൊക്കെ മുൻനിർത്തിക്കൊണ്ട് അവർക്കൊപ്പം തന്നെയായിരിക്കുന്നു. പക്ഷേ UDF കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട്, വലിയ തിരിച്ചുവരവ് അവർ ലക്ഷ്യമിടുന്നുണ്ട്. എങ്ങനെയായിരിക്കും എന്ന് തോന്നുന്നു? അല്ല, എനിക്കങ്ങനെ രണ്ടും ആരോഗ്യകരമായ മത്സരം നടക്കണം എന്നുള്ളതാണ്. വർഗീയതയെ ഒഴിച്ചു നിർത്തണം. അടിസ്ഥാനപരമായി എനിക്ക് മലയാളികളോട് അഭ്യർത്ഥിക്കാനുള്ളത്, മതം പറഞ്ഞു വോട്ട് പിടിക്കുന്നവരെ, മതം ഉള്ളിൽ വെച്ചുകൊണ്ട് വോട്ട് പിടിക്കുന്നവരെ, മതം പ്രത്യക്ഷമായും പരോക്ഷമായും ഞങ്ങളുടെ പ്രധാന സാധനമാണെന്ന് പറയുന്നവർ, ഞങ്ങൾ അവർ എന്ന് ഇന്ത്യക്കാരെ ഡിവൈഡ് ചെയ്യുന്നവർ ആരുണ്ടോ അവർക്ക് അറിഞ്ഞോ അറിയാതെയോ അവരുടെ പ്രതിനിധികൾക്ക് വോട്ട് കൊടുക്കരുതെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, 10 വർഷമായി കേരളത്തിൽ പല വ്യത്യസ്തങ്ങളായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്ന വിദ്യാസമ്പന്നരായ മലയാളികൾക്ക് എല്ലാവരും അറിയാവുന്ന, രാഷ്ട്രീയ ഭേദമില്ലാതെ അറിയാവുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഈ നിലനിൽക്കുന്ന ഗവൺമെൻറ്റിൻ്റെ നന്മകളോട് താല്പര്യം ഉണ്ടായിക്കൂടാ എന്നില്ല. എന്നാൽ UDF വളരെ ഗംഭീരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ശക്തമായ രീതിയിൽ തന്നെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇലക്ഷനെ അവർ മനസ്സിലാക്കുന്നുണ്ട്. കാരണം തീർച്ചയായും ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ പക്ഷവും പ്രതിപക്ഷവും വേണം. ആ വർഗീയ പക്ഷം ഉണ്ടാവാൻ പാടില്ല. പക്ഷവും ഉണ്ടാകണം, പ്രതിപക്ഷവും ഉണ്ടാകണം, വർഗീയ പക്ഷം ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ അങ്ങ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെ ഊറ്റം കൊള്ളിക്കുന്ന ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്, പാട്ടുകൾ പാടിയിട്ടുണ്ട്. അതിപ്പോഴും ഇങ്ങനെ പല വേദികളിലായി പ്രതിധ്വനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് ഭരണം നടക്കുന്ന കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്ന ഒരു ഘട്ടം, ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം ഒരുപാട് ആരോപണങ്ങൾ കൊണ്ടുവരുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും സമയത്ത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വിപ്ലവ ഗാനങ്ങൾ എഴുതി അങ്ങേക്ക് ഏതെങ്കിലും സമയത്ത് ഒരു മനസ്താപം തോന്നുന്ന ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അതിൻ്റെ ആവശ്യം ചോദിക്കുന്നില്ല. കാരണം ഇപ്പം നമ്മുടെ എല്ലാം രാഷ്ട്രീയ ബോധം ഉണ്ടാവേണ്ടത് നമ്മുടെ ഒരു ആശയബലത്തിൽ നിന്നുകൊണ്ടായിരിക്കണം. അപ്പോൾ അതിന് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ ചാഞ്ചാട്ടം ഉണ്ടാവേണ്ട കാര്യം ഒതുക്കുന്നില്ല. ഒരു ജനാധിപത്യം, ബഹുസ്വരതയുള്ള വ്യത്യസ്തരായ മനുഷ്യർ ജീവിക്കുന്ന ഒരു ജനാധിപത്യ സമൂഹത്തിൽ കയറ്റിറക്കങ്ങൾ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണെന്നാണ്. അപ്പോൾ ഒരേ മനസ്സിൽ ചിന്തിക്കുന്നവരോ ഒരേ സാഹചര്യങ്ങളിലൂടെ കയറി ഇറങ്ങി പോകുന്നവരോ അല്ലാത്ത ഒരു ജനസമൂഹത്തിനിടയിൽ രാഷ്ട്രീയ കക്ഷികളിൽ വിശ്വസിക്കുന്നവരിൽ വ്യത്യസ്തരായ ആളുകളുണ്ടാവും.
അവരെ എല്ലാവരെയും സെൻസർ ചെയ്യുകയും പൂൾ ചെയ്യുകയും പരിശുദ്ധരാക്കുകയും ചെയ്തിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ആ കയറ്റിറക്കങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ടാകുന്നത് പോലെ ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിക്കകത്ത് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ട് അത് കണ്ടുകൊണ്ട് ഉടനെ അങ്ങ് ഇത് മോശമാണെന്ന് അത്ര ദുർബലമായ ഒരു ആരോഗ്യമല്ല എന്നെ സംബന്ധിച്ച് എൻ്റെ രാഷ്ട്രീയ ബോധം. അതുകൊണ്ട് എനിക്ക് ആ അർത്ഥത്തിലൊരു ആശങ്കകളും ശക്തമായി തന്നെ പ്രചാരണത്തിലേക്ക് തീർച്ചയായിട്ടും കവിത എന്ന് പറയുമ്പോൾ ഏത് കവിത? ഞാൻ നേരത്തെ പറയും പോലെ വീണ്ടെടുക്കണം നമുക്ക് ഗാന്ധി തൻ്റെ ഇന്ത്യയെ, ജനാധിപത്യ ഭാരതം മരിച്ചിടാതെ കാക്കണം. ഏറ്റവും പ്രധാനമായി സംഭവിക്കേണ്ട അതാണ്. വീണ്ടെടുക്കണം നമുക്ക് ഗാന്ധി തൻ്റെ ഇന്ത്യയെ, മതേതരത്വ ഭാരതം മരിച്ചിടാതെ കാക്കണം. കാരണം ഇപ്പം നമ്മുടെ നാട്ടിൽ അനുഭവിക്കുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് ഇന്ത്യ എന്ന് പറയാൻ പോലും പറ്റാത്തൊരു സാഹചര്യമായി. ഇപ്പം ഇന്ത്യ എന്ന വാക്ക് അശ്ലീലമാണെന്ന് നാളെ മറ്റന്നാൾ സംഭവിക്കാൻ പോകുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചാണ് ഇന്ത്യ എൻ്റെ സ്വന്തമെന്നു നെഞ്ചുറച്ചു ചൊല്ലുവാൻ കരുത്തു നേടണം, നമുക്ക് കാവലാകണം. 100 വർണ്ണമുള്ള 100 പൂവുകൾ നിറഞ്ഞ പൂവനമാണിന്ത്യ എന്ന നേരു ചുണ്ടണം. വിത്തു തിന്നു വിളവു തിന്നൊരൊറ്റ മരം മാത്രമുള്ള കെട്ടകാടതാകുവാൻ വിടില്ല നമ്മൾ ഇന്ത്യയെ. അതാണ് വിത്ത് തിന്ന് വിളവ് തിന്ന ഒറ്റ മരം മാത്രമുള്ള കെട്ടകാടതാകുവാൻ വിടില്ല നമ്മൾ ഇന്ത്യ എന്ന പ്രതിജ്ഞയാണ് ഈ ജനാധിപത്യ പ്രക്രിയയിലൂടെ ഏറ്റവും പ്രബുദ്ധമായ സമൂഹമായ മലയാളി ഇന്ത്യക്ക് കാണിച്ചു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാതൃക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കവിത നിർത്തണ്ടായിരുന്നു ഇനി. കവിത എന്ന് പറയുന്നത് ധാരാളം കവിത. ഇപ്പോൾ പുതിയൊരു കവിതയാണ് ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങുന്നത്, ഒരു അഭയാർത്ഥിയുടെ മരണക്കുറിപ്പ് എന്നൊരു കവിതയാണ്. ഇതിപ്പോൾ ഇറങ്ങിയിട്ടില്ല, ഇറങ്ങുന്നു. അതായത് ഇപ്പോൾ ഈ പലായനം എന്ന് പറയുന്ന ലോകം മുഴുവൻ അനുഭവിക്കുന്ന വലിയൊരു ദുഃഖം തന്നെയാണ്. അതാണ് അയലൻ ഗുരുതിയെ കുറിച്ച് ഒരു കവിത എഴുതുന്നുണ്ട്. 2 വയസ്സുകാരൻ കുട്ടി കിടന്നുറങ്ങുന്നതിൻ്റെ ചിത്രം, കടലിൽ മരിച്ചു. അതുപോലെ ഈ ആഫ്രിക്കയിൽ നിന്ന് ഈ 70 സുഡാനിയൻ ചെറുപ്പക്കാർ പിന്നെ പലായനം ചെയ്തു ഗ്രീസിലേക്ക്. അവരെല്ലാം മെഡിറ്ററേനിയൻ കടലിൽ വീണു മരിച്ചു. അപ്പോൾ അതിലൊരു ചെറുപ്പക്കാരൻ്റെ ഒരു ചെറിയ കുറിപ്പ്, അപ്പോൾ അതിൻ്റെ ഒരു കവിതയാണ്. എൻ്റെ മാംസം തിന്നിടുന്ന നല്ല മീനുകൾക്കു നന്ദി, എൻ്റെ രാജ്യം മതം നിങ്ങൾ തിരഞ്ഞേയില്ല. എൻ്റെ മാംസം തിന്നിടുന്ന നല്ല മീനുകൾക്കു നന്ദി, എൻ്റെ രാജ്യം മതം നിങ്ങൾ തിരഞ്ഞേയില്ല. കറുപ്പേറെ കറുപ്പെന്നു നിറം കൊണ്ടു മുറിവേറ്റോർ, വെറുപ്പേറെ കുടിക്കുന്നോർ ഉറക്കം കെട്ടോർ. എൻ്റെ മാംസം തിന്നിടുന്ന നല്ല മീനുകൾക്കു നന്ദി, എൻ്റെ രാജ്യം മതം നിങ്ങൾ തിരഞ്ഞേയില്ല. തടവിൽ നിന്നും കടവു തേടി മെഴുകു ചിറകുകളാഞ്ഞു തുഴയെ, ഉരുകി വീഴുകയാണു കടലിൽ യവനദേവന്മാർ. പോരുന്ന സാർ ഞങ്ങളുടെ വോട്ടുവാദിക്കൊപ്പം, ഞങ്ങൾക്ക് ബോറടിക്കില്ല. നല്ല പ്രബുദ്ധമായ ജനാധിപത്യ പ്രവർത്തനം നടക്കാൻ, ശാസ്ത്രീയമായി നടക്കാൻ നിങ്ങളുടെയൊക്കെ സംഭാവന വളരെ വലുതാണ്. മാധ്യമങ്ങൾ ജാഗരൂകരായിരിക്കുന്നത് കൊണ്ട് കൂടെയാണ് നമ്മളും മലയാളി ഇങ്ങനെ ഉണർന്നിരിക്കുന്നതും ലോകം മുഴുവൻ അഭിമാനത്തോടെ മലയാളികളെ കാണുന്നത്. എല്ലാ ആശംസകളും. തീർച്ചയായും കേരളത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം, അത് കക്ഷി ഭേദമന്യേ ഉള്ള ഒരു ഫാസിസത്തിനെതിരായ രാഷ്ട്രീയ പോരാട്ടമാണ് കേരളത്തിന് അടയാളപ്പെടുത്തൽ. അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നടക്കട്ടെ എന്ന വലിയൊരു കാര്യമാണ്. എന്തായാലും നമുക്കിനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. മറ്റൊരിടത്ത് വീണ്ടും കണ്ടുമുട്ടാം.